പാത്ത് മുറ്റടിക്കുകയാണ്. ചൂലിൻ്റെ ഒച്ച കടിച്ച് പാഞ്ഞതാണ് ഞാൻ. ഇന്ന് പാത്തുമാണ് മുറ്റടിക്കുന്നത്. പുല്ലെല്ലാം പറിച്ചടിക്കും. പിന്നെ ഇവിടെ അത്രയേ മുറ്റടിക്കും പേസുള്ളൂ. ഉള്ള സ്ഥലത്ത് വണ്ടിയാണ്. ഓരോ ഒരു കാറും വാങ്ങിയിട്ട് ഇവിടെ കയറ്റുമോ നോക്കുന്നു. ഞാൻ പറഞ്ഞു ഇവിടെ കയറ്റി പോറുന്നു. പിന്നെ മനുഷ്യന്മാർക്ക് ചെയ്യണ്ടക്കളെ ഒരു മുറ്റടിക്കാൻ പൂതിയാലെങ്കിൽ അടിച്ചു തരുക. അയ്യോ അങ്ങനെ ഭാത്തു രക്ഷപ്പെട്ടില്ലേ? രാത്തു വലിയ മുറ്റകളെടുത്ത് ഇനി വായിച്ചു പോയാലോ? ഞാൻ പ്രേമിക്കുന്നേരം സ്നേഹിക്കുന്നേരം പ്രേമോ സ്നേഹം ഒന്ന് തന്നെയാ. എവിടെയും ഓൺലൈനിൽ കൂടി സ്നേഹിക്കുന്നേരം പറയുമ്പോൾ എനിക്ക് എൻ്റെ ആടെ വന്നാൽ മുറ്റം കുറച്ചാവുള്ളൂ. പിന്നെ എന്നിട്ട് ഇവിടെ വീഡിയോസ് എല്ലാം എടുത്തിട്ട് മുന്നും ബേക്കെല്ലാം കാണിച്ചു കൊടുക്കുമ്പോൾ വീടിൻ്റെ എല്ലാം അങ്ങനെയല്ല. അവളെ സോപ്പിട്ടിയാന്ന് തോന്നൂലേ? മുറ്റടിക്കാൻ കുറച്ചാളും. പിന്നെ അമ്മ നല്ല അമ്മയാണ്. അങ്ങനെ എന്തല്ലോ ഇവിടെ AC ഇടുന്നെല്ലാം പറഞ്ഞിരിക്കുന്നോട് അതിൽ കിടക്കാമെന്ന് പറഞ്ഞിട്ടില്ല. അല്ലാതെ മക്കളെ ഇതാ ഇവിടുത്തെ അവസ്ഥ. ഇങ്ങനെ ഇവിടെ ഭയങ്കര സോപ്പിട്ട് ബെത്തിച്ച് തന്നെ പറഞ്ഞത്. ഇപ്പം അങ്ങനെയെല്ലാം പറഞ്ഞ് ഇപ്പം വന്നപ്പോൾ എനിക്കെന്ത് തോന്നുന്നു പാത്തു? അങ്ങനെല്ലാം പറഞ്ഞ് വന്നപ്പോൾ ഇപ്പം എന്ത് തോന്നുന്നു? ഇവിടെ സുഖാന്നാ തോന്നുന്നത്? സുഖാന്നാണ് തോന്നുന്നത്. ചെറിയ മുറ്റം കണ്ടിട്ടാ സുഖം തോന്നുന്നേ? നാണമാകുന്നു അല്ല അല്ലേ? ഞാൻ പുല്ലെല്ലാം പറിക്കുള്ളൂ നല്ലണ്ടാ. ഞങ്ങളൊന്നും അടിക്കുമ്പോൾ പുല്ലൊന്നും പറിക്കൂല. പാത്തു പിന്നെ പുല്ലെല്ലാം പറിച്ച് നല്ല വൃത്തിക്കും വെടുപ്പിൽ അടിച്ച് വാരുള്ളൂ. പക്ഷേ ഒരു കുഴപ്പമുണ്ട്. എൻ്റെ കഞ്ഞെണ്ണിയെല്ലാം ഉണ്ടാവും പൊടിക്കുന്നു. കഞ്ഞെണ്ണിയാണ് നിങ്ങൾ അറിയൂല. എന്നാൽ പൊരിച്ച് അടിക്കളി. ഞാൻ അതിനെ കാണുമ്പോൾ ചട്ടി വളർത്തും. എന്താ നല്ലൊരു പുല്ലെല്ലാം പറിച്ച് എൻ്റെ ചെടി ഞങ്ങൾ പറയും ചെടിയെ തലയിലെന്താ പൂവൊക്കെ പൂക്കളെല്ലാം തീർന്നു വേണ്ടാ. എൻ്റെ ചെടിയിൽ ഇങ്ങനെ ചമ്മിപ്പോയടോ. പിന്നെ കർമ്മൂസ വെണ്ണിയും കൊണ്ടുവച്ചിട്ടാന്ന് തോന്നി ഇങ്ങനെ ഇപ്പോൾ എന്താ ഉരുട് പോലെ ഇവിടുന്ന് മുറിച്ച് കൊടുത്താൽ നല്ലതേ ഉള്ളൂ വരുമായിരിക്കില്ലേ? നല്ല മുറിച്ച് കൊടുക്കട്ടെ. മുറിച്ച് കൊടുത്താൽ പുതിയതേ ഉള്ളൂ. അതിൻ്റെ കർമ്മൂസ ഉണ്ടാവും. അങ്ങനെയാണ് മക്കളെ. ഇത്രയേ ഇവിടെ ഒരു സ്ഥലമുള്ളൂ. എന്താ എല്ലാം ഇൻ്റർലോക്ക് ചെയ്ത് നല്ല അടിപൊളി മുറ്റാണ്. മണ്ണൊന്നും ഉണ്ടാവില്ല. അങ്ങനെ ഇതെല്ലാം ഞാൻ ഇതൊന്നും കൂടി ഇവിടെ വെച്ച് കൊടുത്തടി പൊരിച്ച് കാടേണ്ടതാ. ഇവിടെ ഒന്നും ഇല്ലേ വളർന്നിക്ക്? അവിടെ ഞാനൊന്ന് കുഴിച്ചിടാണ്ട് വളർന്നിക്ക്. ഇനിയിപ്പോൾ ഇത് കുഴിച്ചിട്ടാൽ വളരുമായിരിക്കും ബേക്ക് സൈഡിൽ. എന്താ ചിലപ്പോൾ നാളെയും ചേട്ടൻ്റെ കൂടെ മുറ്റടിക്കുന്നതിന് പൊരിച്ചാടും പുല്ല. ഇങ്ങനെ വെച്ചാടും. അങ്ങനെ എല്ലാമാണ് എൻ്റെ ചേലത്തെ ചെമ്പേരുന്തല്ലേ കാണാൻ പാദസാരണ്യല്ലേ. ഞങ്ങൾ പെയിൻ്റ് അടിച്ചെല്ലാം വടക്കായി പോയി ഇടണ്ടാ. അല്ല പാത്തു നമുക്ക് ഇത് കഴിഞ്ഞാൽ പെയിൻ്റ് അടിക്കണേ. പിന്നെ എന്ത് കഴിഞ്ഞാൽ മഴ കഴിഞ്ഞാൽ മഴത്തെല്ലാം എന്തോ ആയിപ്പോയി. നോക്കേ മക്കളെ കേട്ടാ. അവളെല്ലാം മര്യാദയ്ക്ക് അടിച്ചു വയ്ക്കോട്ടെ. കുട്ടീന് തേങ്ങ ചുരണ്ടുകയാണ്. എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ചിരണ്ടുകയാണ്. പൊട്ടിന് ചിര ഇങ്ങനെ വെക്കുക. പാത്തു അവിടെ ഇങ്ങനെ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതാണ് നമ്മളെ പാത്തു. സുന്ദരി മലരേ പാത്തൂച്ച. പാത്തുവിൻ്റെ അഭിനയം കാണാത്തവരൊക്കെ ഞങ്ങളെ വീഡിയോസ് പോയി കാണണം. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യും. നമ്മൾ പറയാത്തതുകൊണ്ടാണ്. സബ്സ്ക്രൈബ് ചെയ്യണം എല്ലാവരും. ആദ്യമായി കാണുന്നവരും ചെയ്യാണ്ട് കാണുന്നവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് എന്ന് പറഞ്ഞാൽ നിങ്ങളെ അരിയത്തുണ്ടാവും ഒരു വെളുത്ത നിറത്തിൽ എഴുത്ത് അതങ്ങ് തൊടുക. അങ്ങനെ നമ്മളെ പാത്തും എല്ലാം കഴുകി ഇങ്ങനെ വെക്കുകയാണ്. അങ്ങനെ എല്ലാം ഗ്യാസുമ്മൽ കയറി തുടങ്ങി. ചെറുപയർ കയറിയിട്ടുണ്ട്. പുട്ട് കയറിയിട്ടുണ്ട്. പുട്ടേ നിന്നെ മൈസൂറ് പായം വാങ്ങി അടിക്കുന്നിന്നെ കൊല്ലുന്നിന്നെ. പാത്തു രാവിലെ തന്നെ വെള്ളം കുടിക്കുകയാണ്. ഒരു കുഞ്ഞി കപ്പെടുത്തിട്ട് കുട്ടികളെ കപ്പെടുത്തിട്ട് കുട്ടി കുടിക്കുകയാണ്. അങ്ങനെ കുട്ടി ഇനിയിപ്പോൾ അഭിനയത്തിലേക്ക് പോകും. റീൽസ് മറ്റേത് ഷൂട്ടിങ്ങിലേക്ക് ഇനി ഞങ്ങൾ പോവുകയാണ്. ഷൂട്ട് ചെയ്യും. നമുക്ക് ഫോട്ടോ വീഡിയോ എടുത്തതിനോള് വേണമല്ലേ? ഷൂട്ട് ചെയ്യണം നോനേ. അങ്ങനെ നമ്മളെ മൂത്ത മരുമോളിങ്ങനെ
ഇതാ പുട്ട് കുഴക്കുകയാണ്. രാവിലെ തന്നെ പുട്ടിങ്ങനെ ഉണ്ടാക്കുകയാണ് മക്കളെ. കണ്ടോ 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 ഞങ്ങളെ പുട്ടിൻ്റെ കുറ്റി കണ്ടോ. കടല് കണ്ടിട്ട് എത്ര നാളായി. നമ്മളെ ഭാഗത്ത് സുന്ദരിയായിട്ട് അമ്മായി നടക്ക ഭാഗത്തു ലൈറ്റ് കുത്തിയിട്ട്, ലൈറ്റല്ല വെളിച്ചം കുത്തിയിട്ട് ഇപ്പം നിറം വന്ന്. അങ്ങനെ ഭാഗത്തു രാവിലെ തന്നെ കിച്ചണിൽ ജോലിക്ക് ഇറങ്ങിയിട്ടുണ്ട്. ഇതാ 10 പരത്തി ഇട്ടിട്ടുണ്ട്. ഇന്ന് നല്ല ദോശയാണ്. ഇതാ ഇത് മറിച്ചിട്ട് ഭാഗത്തു വാ ആയിക്ക് ഭാഗത്തു ആയിക്ക് ഇതൊന്ന് മറിച്ചിട്. എൻ്റെ അടുത്ത കൈ കൊണ്ട് മറിച്ചിട്ടാൽ അത് നടക്കൂല. ഇതെന്താ മതിയായതാ? മറിച്ചിട്ടൊന്നും ചെയ്യണ്ട. ഓളപ്പാട് അതിനെ കിട്ടണ്ടോ എനിക്ക് പോയിട്ട്. അമ്മ ഇവിടെ തന്നെ തലയെക്കെട്ടെല്ലാം കിട്ടി. പാത്തൂര് പിന്നാലുണ്ട്. ഇന്നെന്നാ കറി? ചെറുവായൻ്റെ കറിയാണെന്നാ പറഞ്ഞത്. അങ്ങനെ ചെറുവായന് പോർത്തില്ലല്ലോ ഇപ്പം വെക്കുന്ന. ഇപ്പം വെക്കാം. പോർത്തേ വേഗം കുറച്ചടി കൊണ്ടാവുന്നുള്ളൂ. അങ്ങനെ പോർത്താൻ മറന്നു പോയിട്ട് അവർ ഇന്നിങ്ങനെ പാക്കറ്റ് കഴിച്ചിട്ട് വെക്കുകയാണ്. ഇങ്ങനെ ഇതാ നല്ലോണം അരിപ്പൊടി ഇങ്ങനെ കുഴച്ചു കൊണ്ടിരിക്കുകയാണ്. കുഞ്ഞുകുട്ടി ഉറങ്ങീലേ. അങ്ങനെ വാത്തു ഷാളല്ല ഇങ്ങനെ ഇട്ടുകൊണ്ട് എങ്ങനെ ഇടണമെന്ന് തിരിയുന്നില്ല മക്കളെ. ഷാളെല്ലാം ഇട്ടിട്ട് പണിയെടുക്കാൻ പറ്റുമോ? നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്ക്. അതാ മൂത്തോളം പെടുത്തു തന്നെയാത്ത. ഇങ്ങനെ തലയെ ചുറ്റി കെട്ടിയിട്ടല്ലേ ഉള്ളത്. പിന്നെ മനുഷ്യന്മാർ കഴുത്ത് കാണുന്നത്, കൈ കാണുന്നത്, കാല് കാണുന്നത്. എന്തോ മക്കള് പാത്തു അങ്ങനെ മുറ്റടിക്കാൻ പോണ തലയെ കെട്ടാൻ കിട്ടിയിട്ട്. പിന്നെ കൂട്ടി അങ്ങനെ പാത്തു ജയന്റെ കട്ടെടുത്ത് ഇങ്ങനെ ചെറുപയറിൻ്റെ ഇതൊന്ന് കീശിയോ എല്ലാം ഒക്കെ വെക്കലട്ടാ. ഒരതെല്ലാം ആക്കട്ടെ. അങ്ങനെ ഞങ്ങളിവിടെ എല്ലാവരും പോകൂല. നമ്മളെ ഇതാ അസി പോവുകയാണ്, ടൂറിന് പോവുകയാണ്. ഇവിടെ സുന്ദരിയായിട്ടുണ്ട്. സുന്ദരിയായി മക്കളെല്ലാം സ്കൂൾ അയച്ച് മെല്ലെ കറങ്ങാൻ വേണ്ടി പോവുകയാണ്. എൻ്റെ മറ്റേ ഫോണ് കാണുന്നില്ലല്ലോ. കുറേ നേരം ഞാൻ നോക്കി നടക്കുന്നു. എവിടെയാ വെച്ചാൽ എനിക്കറിയാം. ഇത് എവിടെയും കൊണ്ടുവന്നൊരു കുപ്പിയാണ് പോലെ. ഹെൽമെറ്റെല്ലാം എടുത്ത് സുന്ദരിയായിട്ട് ഇനി ഞാനും എൻ്റെ ഇളയ മരുമോളും മോനും മാത്രമേ ഇവിടെ ഉള്ളൂ. അതിഷ്ട. അങ്ങനെ ഇളയോൾ ഇവിടെ കുത്തിയിട്ട് നല്ലോണം എയർഫോണെല്ലാം ചേട്ടിൽ വെച്ചിട്ട് ഇങ്ങനെ കാണുകയാണ് മക്കളെ. ഞങ്ങളൊരു ഷൂട്ടിങ്ങിലായിരുന്നു. ആ ഷൂട്ടിങ്ങിൽ വേറെ വേഷം കെട്ടി കുത്തുന്നതാണ്. ഇന്നത്തെ കിച്ചൺ വേഷം ഇതല്ല. എയർഫോണെല്ലാം വെച്ചുള്ള അഭിനയങ്ങൾ, പല അഭിനയങ്ങളും നിങ്ങളെ മുന്നിലേക്ക് എത്തുന്നതാണ്. നിങ്ങൾ ഞങ്ങളെ വീഡിയോസൊക്കെ കണ്ട് സബ്സ്ക്രൈബ് ചെയ്യണം. മണിവെല്ലം തൊഴണം. സബ്സ്ക്രൈബ് ചെയ്ത് മൂത്ത മരുമോളും മോനും ഒക്കെ പോവുകയാണ്. അങ്ങനെ അതിലെല്ലാം ഇങ്ങനെ അടച്ചു പൂട്ടുകയാണ് മക്കളെ. എന്താ ബസ്സെല്ലാം ഗേറ്റെല്ലാം പൂട്ടി. ഞങ്ങൾ ആട്ടോ മാജിക്കിൻ്റെ ഗേറ്റൊന്നുമല്ല. അങ്ങനെ പോവുകയാണ്. മോളെ ഇനി കിച്ചൻ്റെ അകത്ത് ഓടിക്കോ. നമ്മളെ രണ്ടാളുള്ളൂ പാത്തു. നമുക്ക് വേഗം കഴിയുന്നത് മഞ്ഞ ചുറർച്ചയാക്കിയാലോ? അൻസിന് ഓടിക്കൂല, കഴിക്കുമല്ല. നമുക്ക് മഞ്ഞ ചുറർച്ചയാക്കാം. അതാ ഇറച്ചി വാങ്ങാം. ഞാളും പാത്തുവിന് തരികിടപ്പണിയാണ്. എന്നാൽ ഇനി കിച്ചൻ്റെ അകത്തെല്ലാം പോയിട്ട് വരട്ടെ. അങ്ങനെ അബീത്ത മീനെല്ലാം വാങ്ങി കൊണ്ടുവന്നിട്ടുണ്ട്. കയ്പ ഉറങ്ങി എണീച്ചിട്ടുണ്ടോന്ന്. അങ്ങനെ ഇന്ന് മീനല്ല, ഇന്ന് ഇറച്ചിയാണ് വാങ്ങിയേ. കുറച്ച് മഞ്ഞച്ചോറ് ഇറച്ചി ആക്കാന്ന് വിചാരിച്ചത്. എപ്പോഴും കൊഞ്ചം, മത്തി, മറ്റേത് മറിച്ചേത്. പിന്നെ ഇന്ന് വേഗം കഴിയും. ഇന്ന് മരുമോള് പോകുന്നാണ്ടില്ല നിങ്ങൾ. ഓള് പോയി. ഓള് വരും ഒരു 3-3:30 എത്തുമെന്ന് അറിഞ്ഞിക്ക്. പിന്നെ ഇപ്പം ഞാളിന്ന് വേഗം കയ്യിൽ നിന്ന് എടുക്കാന്ന് വെച്ചു. നിങ്ങൾ ചാടിച്ചിക്കൊന്ന് ഇപ്പം ചാടിച്ചില്ലല്ലോ. ഇല്ലല്ലോ. അല്ല കറി പറഞ്ഞ വെച്ചേ കറി ഉപ്പാക്കിപ്പം തിന്നയാ. അപ്പം കഴിക്കുന്നില്ലേ?
അവിടെ മൂടി വെക്കട്ടെ. പായം കുട്ടിയാക്കറ്റം വാങ്ങിയത് അവിടെ കറിയല്ല ചെറുതാ കറി കിട്ടുന്നില്ല ചട വെച്ച് ഉണ്ടാക്കണം. 14,000 ഉറുപ്പ്യേൻ്റെ റിമോട്ടിൻ്റെ കുറ്റിയായിരുന്നു. പിന്നെ വീഡിയോ എടുക്കുന്ന അത് ഇവിടുത്തെ കുഞ്ഞൻ പൊട്ടിച്ചാണ്. ഇപ്പം ഇങ്ങനെ ആടിപ്പോയി. എന്നിട്ടിപ്പം ഇവിടെ എങ്ങനെയും വെച്ചെടുക്കൂ. നല്ല റിമോട്ട് മുന്നിലുള്ള 14,000 ഉറുപ്പ്യേൻ്റെ കുറ്റിയായത്. എൻ്റെ ഏട്ടത്തിൻ്റെ മോൻ കൊണ്ടുത്തന്നത്. ഏട്ടത്തിന് മോൻ കൊണ്ടുത്തന്ന കുറ്റിയാവും പൊട്ടിച്ചു. പിന്നെ ഞാൻ ഗൾഫിൽ നിന്ന് വരുമ്പം കൊണ്ടുവന്ന് 1,500 ഉറുപ്പ്യേൻ്റെ കുറ്റി ഉണ്ടെന്ന് അവൻ പൊട്ടിച്ചു. എല്ലാം അതല്ല ഞാൻ ലൈവിലെല്ലാം വരുമ്പോൾ നിങ്ങൾ കാണുന്നില്ല മക്കളോട് പറയുന്നത് എല്ലാം നശിപ്പിക്കുന്നത് ആ കുട്ടി. അയാളേത് മൂത്തതും കാണിക്കാൻ. പക്ഷേ ഇളയത് വല്ലാണ്ട് ബുദ്ധിയിലായിട്ട് നിങ്ങൾ പറഞ്ഞിട്ട് എന്താ അത്ര കേൾക്കുകയില്ല. ഒരു വികൃതി ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. എന്ത് കട്ടൻ ചായ ഇവിടെ നിങ്ങൾ പോട് കട്ടൻ ചായ എടുത്ത് കട്ടൻ ചായ ഇടുവാൻ പറഞ്ഞു. ഒന്നും പറയത്തില്ല എന്താ പറഞ്ഞത്? ഒന്നും പറയത്തില്ല വാപ്പ വന്നങ്ങ് ചെയ്യും. അടുക്കള വന്നങ്ങ് അല്ല ഉപ്പാക്കതിപ്പോ ഉപ്പ വെറുമ്പായിട്ട് കുടിക്കേണ്ട ഒരു മരുന്നാ കുടിച്ചാ പാലില് അതിൻ്റെ മേൽ തന്നെ അത് കുടിക്കണ്ടെന്ന് വെച്ചിട്ട് ഇക്കടി കളിക്കുന്നത്. ആ കൊണ്ടാ ചേർത്തുണ്ട്. പിന്നെ മാണ്ടാന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ കൊണ്ട് കൊടുക്കൂലല്ലോ. പ്രഷറിനോ ഷുഗറിനുള്ള ഇതിന് പ്രഷറിനാ തോന്നുന്നു. എന്താ നിങ്ങളെല്ലാവരും ഇങ്ങനെ ചെയ്തോളി പ്രഷറിന്. ചെയ്യുന്നുണ്ട് ഇവിടെ. ഈ തുള്ളൽ നിങ്ങൾ കണ്ടല്ലേ അല്ലേ? അല്ല തുള്ളൽ ഓക്കെ. അങ്ങനെ നമ്മൾ മഞ്ഞച്ചോറ്റിൻ്റെ പരിപാടിയിലാണ്. പാത്തു ഇങ്ങനെ ഉള്ളി വെട്ടുന്നു. ഉരുളക്കിഴങ്ങ് ഉള്ളി ഇതെല്ലാം റെഡിയാക്കി വെച്ചിട്ട് പാത്തു കറി വെച്ചാൽ ഭയങ്കര ടേസ്റ്റാണ്. അങ്ങനെ അരി നമ്മളിവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് മഞ്ഞച്ചോറ്റിന്. ഇതാ നമ്മളെ ഉള്ളിയും പിന്നെ മറ്റേ ഗരം മസാല പൊടിയല്ല കറുപ്പയും കറാമ്പും എല്ലാം പിന്നെ പൊടിക്കാത്തതാണ് പീസായിട്ടുള്ള ഇട്ടിട്ടുണ്ട്. മഞ്ഞപ്പൊടി ഇട്ടിട്ടുണ്ട്. ഇത് വെക്കേണ്ടത് ശുദ്ധമായ വെളിച്ചെണ്ണല്ല. നിങ്ങളെ ഓയിലിൻ്റെ അകത്തോ സൺഫ്ലവറിലൊന്നും വെച്ചാൽ ഒരു ഗുണം കിട്ടൂല. ഇതാ ശുദ്ധമായ വെളിച്ചെണ്ണ ഞങ്ങളുണ്ടാ. ശുദ്ധമായ നല്ല പാൽ ക്ലിയറായ വെളിച്ചെണ്ണയാണ്. നല്ല നല്ല തേങ്ങ വെന്ത വെളിച്ചെണ്ണയിലാണ് ഇത് വെക്കേണ്ടത്. അതാ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. പിന്നെ ഇനിയപ്പോൾ അത് പതച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇട്ട് കൊടുക്കാം. ഇതെങ്ങനെ വെക്കേണ്ടത് നിങ്ങൾക്ക് അറിഞ്ഞൂടെ? കൂക്കി വരുത്തിക്കറിയാം. അരി ഇട്ടപാട് മൂടിയിടറ്. അരി വെന്ത് കുറച്ച് വെള്ളം സമാസമം പരുവത്തിലായി കഴിഞ്ഞാൽ മൂടിയിടുക. അന്നേരം കൂക്കി പോകില്ല. കൂക്കി പോയി കഴിഞ്ഞാൽ എല്ലാ മണവും പോയി കൊണവും പോയി ഇട്ടായത്. അത് നിങ്ങൾ നമ്മളെ പാത്തു ഞാൻ ഒറ്റക്കാവുള്ളൂ. ഇന്ന് ഞങ്ങൾക്ക് വേഗം പണി കഴിയേണ്ടിയിട്ട് അന്ന് കുറച്ച് ഷൂട്ടിംഗ് എല്ലാം ഉണ്ട്. ഞങ്ങളെല്ലാ വീഡിയോസും നിങ്ങൾ കാണുക. സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണേ. എന്നാലേ ഞാൻ മണിവെല്ലം തുടരണേ. മണിവെല്ലം നേടിയെന്ന് ആർക്കും അറിഞ്ഞൂടാ. സബ്സ്ക്രൈബ് ചെയ്തതിന് എരിയത്തൊരു വെളുത്ത നിറത്തി ഒരു മണി പോലെ കാണും. ഒരു മണി ആട്ടും കുട്ടീൻ്റെ കഴുത്ത് കെട്ടുന്ന മണി പോലത്തെ. അത് തൊട്ടാൽ അങ്ങ് ശരിയാവും. പിന്നെ ഇതാ അങ്ങനെ സബ്സ്ക്രൈബ് ചെയ്തിട്ട് വെക്കുക. ഞങ്ങളിന്ന് കുറേ ഷൂട്ടിംഗ് എല്ലാം കഴിഞ്ഞിട്ട് ടയേർഡായിക്കൊണ്ട് പത്തു ഭയങ്കര നിങ്ങൾക്ക് ചിന്തിപ്പിക്കാനും ചിരിപ്പിക്കാനും നിങ്ങൾക്ക് എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കാനും ഈ ഒരു നല്ല മെസ്സേജ് ആയിട്ടുമായിട്ടുള്ള ഒരു നല്ല വീഡിയോസുകളാണ് ഞങ്ങളിൽ നിന്ന് നിങ്ങളുടെ കൈകളിലേക്ക് എത്തുക. അതിന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ മണിവെല്ലം തൊടുക. പിന്നെ എല്ലാവരും ലൈക്ക് അടിച്ചിട്ട് ഇങ്ങനത്തെ ചിഹ്നം ഉണ്ട്. അത് തൊട്ടാൽ ഒന്നും ആയി പോകില്ല. ചില പെണ്ണുങ്ങൾക്കെല്ലാം പേടിയുണ്ട്. അത് തൊട്ടാൽ എന്തെങ്കിലും ആയി പോവുകയുള്ളൂ. ഒന്നും ആവില്ല. ഇങ്ങനത്തെ ചിഹ്നം കാണും. ലൈക്ക് അടിക്കുക. നല്ല പാത്തുവിൻ്റെ എൻ്റെ ഒക്കെ അഭിനയങ്ങളൊക്കെ വരുന്നുണ്ട്. ചിരിച്ചിട്ട് നല്ല രസമാണ്. നല്ലൊരു മെസ്സേജാണ്. ഇനിയിപ്പം നമ്മൾ പാത്തു ഇതായില്ല, അയൽവാസിക്കാരോട് പ്രശ്നം ഉണ്ടാക്കിയില്ല. പാത്തുവോളും
അപ്പോൾ അവർ നന്നാകുന്ന വീഡിയോസ് നിങ്ങളുടെ കൈകളിലേക്ക് എത്തും കേട്ടോ. എല്ലാവരും വീഡിയോസിന് പ്രതീക്ഷിക്കണം. ഓക്കെ മക്കളെ, ബൈ.